ഇന്നാണെങ്കിലേ വളരെ സ്പെഷ്യലായിട്ടുള്ള ഒരു ദിവസമാണ് കേട്ടോ. ഇന്നാണ് എൻ്റെ UK സിറ്റിസൺഷിപ്പ് സെറമണി. ഞാൻ വളരെ ഹെവിലി പ്രഗ്നൻ്റ് ആയിട്ടിരിക്കുന്ന സമയമാണ് കേട്ടോ, വിത്ത് ട്വിൻസ്. അപ്പോൾ ഞാൻ ഏകദേശം ഒരു 32-33 വീക്സ് പ്രഗ്നൻ്റ് ആണ്. അപ്പോൾ എനിക്ക് പാകത്തിനുള്ള ഡ്രസ്സൊന്നും ഇല്ലാതിരുന്നുകൊണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ ഒരു ബ്ലാക്ക് ഗൗൺ ഓർഡർ ചെയ്തു. എനിക്ക് അതിൻ്റെ കൂടെ ആക്സസറീസ് ഒന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഞാൻ ഈ ഒരു മാല എൻ്റെ അടുത്തുണ്ടായിരുന്നു. ഇതെൻ്റെ വെഡ്ഡിങ്ങിന് ഞാനിട്ട മാലയാണ്. അതിനുശേഷം ഇപ്പോഴാണ് പിന്നെ ഇതൊന്നും വെട്ടം കാണുന്നത്. അങ്ങനെ നമ്മളെല്ലാം ഒരുങ്ങിയിട്ട് എൻ്റെ സിറ്റിസൺഷിപ്പ് സെറമണിക്ക് വേണ്ടി വാർവിക്ക്ഷയർ കൗണ്ടി കൗൺസിലിലേക്ക് പോവുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ കുറേ കാലമായിട്ട് UK താമസിക്കേണ്ടത്, ഏകദേശം 11 ഇയേഴ്സായി. എല്ലാവരും ഹോൾഡ് ചെയ്യാൻ തുടങ്ങിയിട്ട് 5 to 6 ഇയേഴ്സായി. പക്ഷേ ഇതുവരെ ഞാൻ സിറ്റിസൺഷിപ്പിന് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. വൺ ഓഫ് ദി മെയിൻ റീസൺ നമ്മളുടെ ഇന്ത്യൻ പാസ്പോർട്ട് സറണ്ടർ ചെയ്യണം എന്നുള്ളതായിരുന്നു. പക്ഷേ റീസെൻ്റ് ആയിട്ട് എനിക്ക് ഒത്തിരി ട്രാവൽ ഓപ്പർച്യൂണിറ്റീസ്, ജോലി എന്നുള്ളത് മിസ്സാവാൻ തുടങ്ങി. കാരണം എനിക്കൊരു 2021 അവസാനം വരെയൊക്കെ ഷെങ്കൻ വിസ ഉണ്ടായിരുന്നു. അതിനുശേഷം ഷെങ്കൻ വിസ എനിക്ക് അപ്പോയിൻമെൻ്റ് ഒക്കെ കിട്ടാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാൻ അങ്ങനെ എടുക്കാറുണ്ടായിരുന്നില്ല. അങ്ങനെ ഇപ്പോൾ ലാസ്റ്റ് 1 year 2 year ആയിട്ട് എനിക്കൊരു 4 ഓപ്പർച്യൂണിറ്റീസ് യൂറോപ്പിലേക്ക് ട്രാവൽ ചെയ്യാനുള്ള വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് എനിക്ക് മിസ്സായിപ്പോയി. അപ്പോൾ ഞാൻ വിചാരിച്ചു, വൈ നോട്ട്, എന്തുകൊണ്ട് എടുത്തുകൂടാ? ഇതാ ഉണ്ടെങ്കിൽ പിന്നെ എനിക്ക് ട്രാവൽ വരുമ്പം ഒന്നും ചിന്തിക്കാതെ പോവാം, വിസയുടെ ആവശ്യമില്ല, എല്ലാം വളരെ സ്മൂത്തായിട്ട് പോകും. കാരണം നമ്മൾ ഓഫീസിൽ നിന്നൊക്കെ ട്രാവൽ ചെയ്യുമ്പോൾ അവർ ഒത്തിരി വലിയ നോട്ടീസൊന്നും തരില്ല, മാക്സിമം ഒരു 10 days ഒക്കെ കിട്ടുള്ളൂ. ആ ഒരു ടൈം കൊണ്ട് വിസയൊക്കെ എടുത്ത് നമുക്ക് ട്രാവൽ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു, ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇത് എടുക്കാമെന്ന്. അങ്ങനെ 11 വർഷത്തെ UK വാസത്തിന് ശേഷം ഞാനും ഒരു ബ്രിട്ടീഷ് സിറ്റിസണായി മാറിയിരിക്കുകയാണ്.